മഴക്കാലത്ത് വെള്ളപ്പൊക്ക ഭീഷണി ഉയർത്തുന്ന തൃക്കാരിയൂർ തോട് നവീകരിക്കുന്നു. തോട്ടിൽ 1800 മീറ്റർ നീളത്തിൽ മണ്ണും ചെളിയും നീക്കം ചെയ്ത് ജലമൊഴുക്ക് തടസ്സമില്ലാതാക്കിയാണ് നവീകരണം. പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അംഗം PIM ബഷീർ ഉദ്ഘാടനം ചെയ്തു. മഴക്കാലത്ത് തൃക്കാരിയൂർ ടൗണിലുണ്ടാകുന്ന വെള്ളപ്പൊക്ക ഭീഷണിക്ക് തടയിടാൻ എറണാകുളം ജില്ലാ പഞ്ചായത്ത് രംഗത്ത്. മഴ പെയ്താൽ മുണ്ടുപാലം വെള്ളത്തിൽ മുങ്ങി കോതമംഗലത്തെ പ്രധാന റോഡായ കോട്ടപ്പടി റോഡിൽ വാഹന ഗതാഗതം തടസ്സപ്പെടുന്നത് പതിവാണ്. ഈ സാഹചര്യത്തിൽ ജില്ലാ പഞ്ചായത്ത് നെല്ലിക്കുടി ഡിവിഷൻ അംഗം PIM ബഷീർ 2025-2026 വാർഷിക പദ്ധതിയിൽ ഇക്കാര്യം ഉൾപ്പെടുത്തി. തുടർന്ന് 30 ലക്ഷം രൂപ അനുവദിച്ച് തോടിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. തൃക്കാരിയൂർ തോട്ടിൽ 1800 മീറ്റർ നീളത്തിൽ മണ്ണും ചെളിയും നീക്കം ചെയ്ത് ജലമൊഴുക്ക് തടസ്സമില്ലാതാക്കിയാണ് നവീകരിക്കുന്നത്. നവീകരണ പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അംഗം PIM ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഈ 5 വർഷവും 2 മഴ തുടർച്ചയായി പെയ്താൽ നമ്മുടെ തൃക്കാരിയൂർ മുണ്ടുപാലം ഉൾപ്പെടെ നമ്മുടെ ഈ പ്രദേശത്തോളം 10-50ഓളം കുടുംബങ്ങളിൽ വെള്ളം കയറി അവരെ നമ്മുടെ ഈ സ്കൂളിലേക്ക് മാറ്റി പാർപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് കഴിഞ്ഞ 5 വർഷക്കാലവും എന്റെ മുന്നിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്തിന് ഇത് ഇടപെടാൻ കഴിയില്ല എന്ന് ചോദിച്ചാൽ ബ്ലോക്ക് പഞ്ചായത്ത് ഇടപെടാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് പെരിയാർ വാലി ഇതിൽ പണം വച്ചിട്ടുണ്ട്, ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നത് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്താണ് ഇടപെടാൻ കഴിഞ്ഞില്ല. പക്ഷെ പെരിയാർ വാലി വളരെ കുറച്ച് തുക ഉപയോഗിച്ചുകൊണ്ടുള്ള ചെറിയ വർക്കുകൾ മാത്രമാണ് ഇത് പൂർത്തീകരിച്ചത്. നമുക്കറിയാം തൃക്കാരിയൂർ എന്ന് പറഞ്ഞാൽ നിരവധി ആളുകളെ ആശ്രയ കേന്ദ്രമായ തൃക്കാരിയൂർ മഹാക്ഷേത്രം ഉൾപ്പെടെ ഇരിക്കുന്ന ഒരു പ്രദേശത്ത്, പ്രത്യേകിച്ച് കോട്ടപ്പടി പഞ്ചായത്തിലെയും പെരുമല പഞ്ചായത്തിലെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാത ഇതിലൂടെ കടന്നു പോകുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനീറ നസീർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജോമി തെക്കേക്കര, സൗമ്യ ശശി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബൂബക്കർ കൊട്ടാരം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രഞ്ജിനി രവി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മൗസിയ ഷിയാസ്, സത്താർ വട്ടക്കുടി, ആന്റണി ജോസഫ്, ഷെൽജ ജോസഫ്, അസീസ് മാമോളം, അജീസ് ഇരമല്ലൂർ, രാഹുൽ തങ്കപ്പൻ, അൻഷാദ്, നേതാക്കളായ അലി പടിഞ്ഞാറേച്ചാലിൽ, നാസർ വട്ടേക്കാടൻ, സുരേഷ് ആലപ്പാട്ട്, EM മൈക്കിൾ, MA കരീം, പരീത് പട്ടമ്മാവുകുടി, വിജിത് വിജയൻ, പ്രവീൺ കുമാർ, ചന്ദ്രലേഖ ശശീന്ദ്രൻ, ശ്രീദേവി ബാബു, റഹ്ന നൂറുദ്ദീൻ, വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ 60 ന്യൂസ്, കോതമംഗലം.